ഏലക്കൊക്കെ എടുത്ത് ഏകദേശം ഒരുക്കി വളമിടാനായിട്ടുള്ള ഇതിൽ നിൽക്കുകയാണ്. ഇനി വളവിടിയിലാണ്. വളമെന്ന് പറഞ്ഞാൽ നമ്മൾ കലക്കിയാണ് ഒഴിക്കുന്നത്. ആട്ടുംകാട്ടവും കുറച്ച് പിണ്ണാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് 4-5 ദിവസം വെച്ച് പുളിപ്പിച്ചാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ തട്ടഭാഗമൊക്കെ ഒരുക്കാത്തത് നല്ല വെയിലടിക്കുന്നതായ കാരണം പൊത അത്യാവശ്യമാണ്. അത് കാരണം തട്ടഭാഗമൊക്കെ ഒരുക്കാതെ വിട്ടിരിക്കുന്നത്. ഇനി വളവിട്ട് മരുന്നടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഈ പൊതയൊക്കെ ഏകദേശം മാറ്റാതാകും. കാരണം മഴ പെയ്തു തുടങ്ങും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ കക്കയൊക്കെ നീട്ടിച്ച് പൊടിച്ച് ഇടുന്നതൊക്കെ നല്ലതാണ്. ഏലത്തിൻ്റെ ചിമ്പൊക്കെ പൊട്ടാനും ശരമൊക്കെ അടിക്കാനായിട്ടൊക്കെ നല്ലതാണ്. ഇതൊരു 1 വർഷവും 2 മാസമൊക്കെ പ്രായമായിട്ടുള്ള ഏലച്ചെടിയാണ്. മഴ വരുന്നിടം വരെ നല്ല രീതിക്ക് വെള്ളം അടിച്ചു കൊടുക്കണം. പൊതയിട്ട് വെള്ളം അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഏലമൊക്കെ കരിഞ്ഞു പോകും. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇതേ കണക്ക് ബാറിൻ്റെ അകത്താണ് കലക്കിയിടുന്നത്. അത് പൊടിച്ച് കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മൾ നല്ല രീതിക്ക് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 10 ലിറ്റർ വീതം ഓരോ ഏലത്തിന് ഒഴിച്ചു കൊടുക്കും. ചുറ്റിനും ഒഴിച്ചു കൊടുത്ത് പിന്നെ പൊതയൊക്കെ പഴയ പോലെ ഇട്ട് റെഡിയാക്കും.